CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ഗുരുവായൂരിൽ കൊള്ളപ്പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് വ്യാപാരി ആത്മഹത്യ ചെയ്ത സംഭവത്തിലെ ഒന്നാം പ്രതിയുടെ അടച്ചിട്ട വീടിന്റെ പൂട്ടു തകർത്ത് പോലീസ് അകത്തുകയറി പരിശോധന നടത്തി. നെന്മിനി തൈവളപ്പിൽ പ്രഗിലേഷിന്റെ വീട്ടിലാണ് പരിശോധന നടത്തിയത്. ആത്മഹത്യ ചെയ്ത മുസ്തഫയുടെ സ്ഥലത്തിന്റെ കരമടച്ച രസീതുൾപ്പെടെയുള്ള രേഖകൾ പോലീസ് കണ്ടെടുത്തു. കൊള്ളപ്പലിശക്കാരാൽ മുസ്തഫ ആത്മഹത്യ ചെയ്യപ്പെട്ട സംഭവത്തിൽ കുടുംബത്തിന് നീതി ഉറപ്പുവരുത്തണമെന്നും മടിച്ചുനിൽക്കുന്ന അധികാരിവർഗം എത്രയും വേഗം നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടും ഗുരുവായൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സദസ്സ് നടത്തി. സ്ത്രീകൾക്ക് ആത്മവിശ്വാസത്തോടെയും തന്റേടത്തോടെയും ഓട്ടോമൊബൈൽ മേഖലയിലേക്ക് കടന്നുചെല്ലാൻ പ്രാപ്തരാക്കുന്നതിനായി ആരംഭിച്ച നാരിചക്ര പെൺകരുത്ത് പരിശീലന പദ്ധതി വനിതാ വിപ്ലവത്തിന് വഴി തെളിയിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. കുന്നംകുളം അസാപ്പിൽ വനിതാ തൊഴിലധിഷ്ഠിത നൈപുണ്യ പദ്ധതി മന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആനയിടഞ്ഞ് പരിഭ്രാന്തി പരത്തി. ജയലളിത നടയിരുത്തിയ കൊമ്പൻ കൃഷ്ണയാണ് വ്യാഴാഴ്ച രാത്രി വിളക്കെഴുന്നള്ളിപ്പിനിടെ ഇടഞ്ഞത്. അരമണിക്കൂർ പരിശ്രമത്തിനൊടുവിൽ 11 മണിയോടെ കൊമ്പനെ തളച്ചു. വെള്ളറക്കാട് മനപ്പടിയിൽ ഇരുചക്രവാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. മനപ്പടി ചാലിശ്ശേരി വീട്ടിൽ 73 വയസ്സുള്ള പോൾ, ചിറ്റണ്ട കുന്നത്തുവളപ്പിൽ 23 വയസ്സുള്ള സൂരജ് എന്നിവർക്കാണ് പരിക്കേറ്റത്. മജ്ജമാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയരാകുന്ന സഹോദരങ്ങളുടെ ചികിത്സാ സഹായത്തിനായി കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ കുന്നംകുളം ഏരിയ കമ്മിറ്റി നടത്തിയ കാരുണ്യയാത്രയിലൂടെ 7 ലക്ഷത്തോളം രൂപ സമാഹരിക്കാനായെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തുക എത്രയും വേഗം കുടുംബത്തിന് കൈമാറും. ചാവക്കാട് നഗരസഭയുടെ 2025-26 വർഷത്തെ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് പഠിക്കാനാവശ്യമായ ഫർണിച്ചറുകൾ വിതരണം ചെയ്തു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള വാർഡ് വിഭജനത്തിൽ സമീപ വാർഡുകളിലെ വോട്ടർമാരെ മറ്റൊരു വാർഡിലേക്ക് കൂട്ടത്തോടെ ചേർത്തതായി ആക്ഷേപം. പൊന്നേർകുളം പഞ്ചായത്തിലെ BJPയാണ് ആരോപണവുമായി രംഗത്ത് വന്നത്. കനത്ത മഴയെ തുടർന്നു തകർന്ന കടങ്ങോട് പഞ്ചായത്തിലെ മരത്തങ്കോട് AKG റോഡിലെ രൂക്ഷമായ വെള്ളക്കെട്ടിനെ തുടർന്ന് നാട്ടുകാർ ചൂണ്ടയിട്ട് പ്രതിഷേധിച്ചു. സംസ്ഥാനത്തെ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ അഭിവൃദ്ധിയും ഉന്നമനവും ലക്ഷ്യം വെച്ച് കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയുടെ ഭാഗമായി തലപ്പിള്ളി കുന്നംകുളം താലൂക്ക് വ്യവസായ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ MSME ക്ലിനിക് സംഘടിപ്പിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും MSc ബയോളജിയിൽ 3ാം റാങ്ക് കരസ്ഥമാക്കിയ നെല്ലുവായി സ്വദേശിനി ഐശ്വര്യ രമേശിനെ CPM 6ാം വാർഡ് കമ്മിറ്റി അനുമോദിച്ചു. പോർക്കുളം പഞ്ചായത്ത് മോഡൽ CDS വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടനം പ്രശസ്ത ഗാനരചയിതാവ് BK ഹരിനാരായണൻ നിർവഹിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MSc ബയോളജിയിൽ 3ാം റാങ്ക് കരസ്ഥമാക്കിയ ഐശ്വര്യ രമേശിനെ കോൺഗ്രസ് 6ാം വാർഡ് കമ്മിറ്റി അനുമോദിച്ചു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.